ദേ വീടിൻ്റെ മുറ്റത്തേക്ക് കയറുന്ന കാഴ്ച ഉണ്ടോ. ഞങ്ങളിപ്പോൾ പോകുന്നതേ ഈ ആമ്പൽ വിരിഞ്ഞേക്കുന്ന ഒരു ഏരിയ ഉണ്ട് കേട്ടോ. ആ വഴിയെ കൂടി പോകും. വഴി ഇത്തിരി മോശമാണ്, പക്ഷേ ഇതിലേ പോയി കഴിഞ്ഞാൽ നമുക്ക് ആമ്പൽ വിരിഞ്ഞേക്കുന്നൊക്കെ കാണാം. വഞ്ചിക്ക് കയറാൻ പറ്റില്ല, അവിടെ വഞ്ചി ഉണ്ടായില്ലെന്ന് അറിയില്ല. പക്ഷേ ഇവിടുത്തെ വഴി കാണിച്ചിട്ട്, വഴി മാത്രമല്ല ഇവിടെ ആളുകൾ താമസിക്കുന്ന ഒരിത്, വീടൊക്കെ വെള്ളത്തിൽ നിൽക്കുന്നത് എന്ന് പറയാം. എന്തെടുക്കോ താറാവ് മേടിക്കണം. ഇതിൽ നിന്ന് വെള്ളം വീടിൻ്റെ മുറ്റത്തേക്ക് കയറുന്ന കാഴ്ച ഉണ്ടോ. വീടുകളുണ്ട്, ആ വീട്ടിലേക്ക് പോകാൻ പാലം. ഇത് നമ്മൾ പോകുന്ന വഴി കുറച്ച് ഏരിയ കോൺക്രീറ്റ് റോഡാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഈ കൽപ്പിട്ട് റോഡാണ്. ഇവിടെയൊക്കെ വെള്ളം കയറും കേട്ടോ ഫുള്ള്. അപ്പോൾ ഇപ്പോൾ കണ്ട വഴി കണ്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. മലരിക്കൽ അമ്പലപ്പാടം കാണാൻ പോയിട്ട് ഇതുപോലുള്ള വഴി കൂടി പോകണമെന്നില്ല. റോഡ് സൈഡിൽ തന്നെ ഇതുപോലെ കുറേ വഞ്ചികളുണ്ടാകും. അതിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് വണ്ടിയൊക്കെ ഒതുക്കിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് വഞ്ചിക്ക് പോകാം അമ്പലപ്പാടത്തേക്ക്. ഒരാൾക്ക് 100 രൂപ വെച്ചാണ് ചാർജ് ചെയ്യുന്നത്. കൂടാതെ 3 കിലോമീറ്റർ പോകണമെന്നുണ്ടെങ്കിൽ ഒരു വഞ്ചിക്ക് 1000 രൂപ വെച്ചാണ് അവർ ചാർജ് ചെയ്യുന്നത് പറഞ്ഞത്. പിന്നെ കൂടാതെ ഫോട്ടോഷൂട്ടിനൊക്കെ ആയിട്ട് വരികയെന്നുണ്ടെങ്കിൽ 2 വഞ്ചിക്ക് 3000 രൂപയൊക്കെയാണ് മേടിക്കണമെന്ന് പറഞ്ഞു കേട്ടേക്കണത്. പിന്നെ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ആരെങ്കിലും ഇവരുടെ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അവിടെ ഒരാളുടെ നമ്പർ എൻ്റെ കയ്യിൽ എടുത്താൽ. പിന്നെ വരികയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു 9 മണി മാക്സിമം ടൈം. എന്നാൽ ഞാൻ പറയുന്നത് ഒരു 7 മണിക്ക് നിങ്ങൾ അവിടെ എത്തുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത വൈബായിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ആമ്പലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ വാടി തളരാൻ തുടങ്ങും. അപ്പോൾ ഒരു ഭംഗി ഉണ്ടാകത്തില്ല. ഇപ്പോൾ കണ്ടേ ഞങ്ങൾ ചെന്ന സമയത്താണെങ്കിൽ ഇപ്പോൾ ഒരു 9 മണി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളവിടെ എത്തുന്നത്. പക്ഷേ ആ സമയത്തേക്കും ആമ്പലുകൾ വളരെ കുറവായിരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്ന ഏരിയയിൽ കുറച്ച് കുറവുള്ള ഏരിയയാണ്. പക്ഷേ ഒരു 1000 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ 3 കിലോമീറ്റർ ദൂരെ ഇപ്പോൾ അവിടെ നല്ല രീതിയിൽ ആമ്പലുണ്ട്. പക്ഷേ ഈ സമയത്ത് ഞാൻ പറയുന്നത് 9 മണിക്ക് വരുന്നതായിട്ട് കാര്യമില്ല. ഒരു 7 മണിക്ക് 7 ആ ടൈമിൽ ശരിയാണ് ബെറ്റർ ടൈമെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ കുടയൊക്കെ എടുക്കാൻ മറക്കരുത്, മഴ എപ്പോൾ വേണമെങ്കിലും പെയ്യാം. ഒത്തിരി വീഡിയോ ഒക്കെ എടുത്ത് തകർക്കണം എന്നുള്ള പ്രതീക്ഷയോടെ ചെന്നത്, പക്ഷേ പ്രതീക്ഷകളെല്ലാം തകർന്നു പോയി സമയം തെത്താഞ്ഞുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും നേരത്തെ പോവുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക. അങ്ങോട്ട് ചെതറിക്കുക. കമൻറ്റ് ചെയ്യാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ.